ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ് അഭിരാം വി എസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് GTA San Andreas ആണ് ഗൈസ്. നമ്മുടെ CJ ഒക്കെ ഉണ്ട്. പിന്നെ ഗൈസ്, ഞാനിപ്പോൾ കളിക്കാൻ പോകുന്നത് സ്റ്റോറി മോഡല്ല. പിന്നെ നമ്മളൊരു മിഷൻസും കംപ്ലീറ്റ് ആക്കുന്നില്ല ഗൈസ്. നമ്മൾ വെറുതെ ഇതിലോരോ സംഭവങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നേരെ പോവാം ഗൈസ്. നമ്മുടെ CJ നല്ല പൊളിപ്പൻ ലുക്കിൽ ഇവിടെ ഉണ്ട് ഗൈസ്. ഗൈസ്, ഇതാണ് എൻ്റെ പുതിയ സേഫ് ഹൗസ്. വെളിയിലിറങ്ങാം ഗൈസ്. ഞാനപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് ഗൈസ്. ഞാൻ ആദ്യം തന്നെ എൻ്റെ സേഫ് ഹൗസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വെളിയിൽ നിന്ന് തുടങ്ങാം ഗൈസ്. അങ്ങനെ ഞാൻ ഈ വെളിയിൽ പോകുന്ന സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ മതിലിലൊക്കെ വലിഞ്ഞ് കയറിയിട്ടുണ്ട് ഗൈസ്. ഇവിടാണ് നമ്മുടെ വീട്. നമ്മൾ ഇതുവഴി കയറി വരുമ്പോൾ, ഈ വഴി കൂടെ നമ്മൾ കയറി വരുമ്പോൾ ഇതാ ഗൈസ് നമ്മുടെ വീട്. നമുക്ക് നമ്മുടെ വീട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ഗ്യാരേജ് ഉണ്ട്. എൻ്റെ ഗ്യാരേജിൽ ഗൈസ് എൻ്റെ ബൈക്കും കാറും ഉണ്ട്. പിന്നെ ഇതാ വീട്. പിന്നെ ഇതൊരു പോകുമ്പോൾ നമുക്ക് ബാക്കിൽ ഒരു ബാൽക്കണി സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട് ഗൈസ്. സ്വിമ്മിംഗ് പൂൾ. പിന്നെ നമ്മൾ ഇവിടുന്ന് താഴോട്ടൊക്കെ ഒരു ട്രീ ഹൗസ് സെറ്റപ്പാണ് ഗൈസ്. പിന്നെ നമുക്കിനി നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് പോകാം. ഇതിനകം ഞാൻ നിങ്ങളെ കുറേ കാണിച്ചിട്ടില്ല ഗൈസ്. ഇത് കണ്ടിട്ട് നമുക്ക് നമ്മുടെ ബൈക്ക് എടുത്ത് വെളിയിൽ പോവാം. നമ്മുടെ ലിവിങ് ഏരിയ, TV ഉണ്ട്, പിസ്സയുണ്ട് ഗൈസ്, ഡ്രസ്സിങ് റൂം ഉണ്ട് ഗൈസ്. ഇതിൽ ബാത്റൂമാണ് ഗൈസ്. ആദ്യം കയറിയ സാരമില്ല. ഓക്കെ, ഇതൊരു ബെഡ്റൂമാണ് ഗൈസ്. ഇനി അടുത്ത ബെഡ്റൂമിൽ പോവാം. ഇത് അടുത്ത ബെഡ്റൂമാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിൽ പോവാം. ഇതടുത്ത ബെഡ്റൂമാണ് ഗൈസ്. നമുക്ക് അടുത്ത ബെഡ്റൂമിൽ പോവാം. ഇനിയും ബെഡ്റൂം ഇല്ല ഗൈസ്. അവിടെ ഇനി ഡ്രസ്സിങ് റൂമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇത് കിച്ചൺ. ഇനി നമുക്ക് നേരെ പോവാം ഗൈസ്. നമുക്ക് നമ്മുടെ ബൈക്ക് എടുക്കാം. ബൈക്ക് എടുത്തിട്ട് എവിടെയെങ്കിലും പോവാം ഗൈസ്. CJയുടെ ഔട്ട്ഫിറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കണം. പിന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഏത് കളറാണ് CJയുടെ ഡ്രസ്സ് വേണ്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റും ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ പോവാം ഗൈസ്. നിങ്ങൾക്കറിയാലോ, ഞാൻ പിന്നെ പ്രോ റൈഡറല്ലേ. അയ്യോ അമ്മച്ചി ഗൈസ്, ഞാൻ പ്രോ റൈഡറൊക്കെ ആണ്. സാരമില്ല, നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിലങ്ങ് പോവാം. നമുക്ക് പോകുന്നതിന് മുന്നേ എവിടെ പോകേണ്ടതിന് മാപ്പ് സെറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ പോകേണ്ടത് തൽക്കാലം ഗൈസ്, നമുക്ക് നമ്മുടെ ബൈക്കൊന്ന് മോഡിഫൈ ചെയ്യാം. അതിന് നമുക്ക് സ്പ്രേ കളർ മാറ്റാം ഗൈസ്. അപ്പോൾ അതിൻ്റെ സ്ഥലത്ത് പോകാം. നമുക്ക് വർക്ക്ഷോപ്പിൽ പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ U-ടേൺ എടുത്ത് ഗൈസ്. നിങ്ങൾക്ക് ഏറ്റവും റോക്ക് സ്റ്റാർ ഗെയിംസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ഗെയിംസ് ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ഗെയിം GTA 5 ആണ് ഗൈസ്. GTA San Andreas ഒക്കെ ഇനിയും അടുത്ത വർഷം ഇറങ്ങുന്നുണ്ട്. അതിനു മുന്നേ നമുക്ക് എന്തായാലും ഒന്ന് GTA 5 നമുക്ക് എന്തായാലും ഒന്ന് കളിച്ചു നോക്കണം ഗൈസ്. അപ്പോൾ എൻ്റെ PC-യുടെ സാധനങ്ങളൊക്കെ കേടായിരിക്കാം. നമുക്കത് റിപ്പയർ ചെയ്തിട്ട് സെറ്റാക്കാം ഫ്രണ്ട്സ്. നമ്മുടെ വർക്ക്ഷോപ്പ് ഇവിടെ അടുത്താണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ എത്താറായി. ഓക്കെ ഫ്രണ്ട്സ്, എവിടെയാണ് വർക്ക്ഷോപ്പ് എന്നാണ് എനിക്കറിയാൻ പറ്റിയത് ഗൈസ്. ഇവിടാന്ന് തോന്നുന്നു ഗൈസ്. ഇവർ കാണിക്കുന്നത് ഈ ഭാഗത്താണ്. സാരില്ല ഫ്രണ്ട്സ്, നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം. ചിലപ്പോൾ അപ്പുറത്തെ സൈഡിലായിരിക്കും. അതെ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക്ഷോപ്പ് നമുക്ക് കയറ്റാൻ കഴിയും. ഓക്കെ ഗൈസ്, അങ്ങനെ ഇത് അടച്ചിട്ടുണ്ട്. നമ്മുടെ $100 ഗൈസ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്ന് ഗൈസ്. നിങ്ങൾക്ക് ഈ റെഡ് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈസ്. നമുക്ക് മാറ്റാം.
ഗൈസ് എനിക്ക് ഗ്രീനൊക്കെയാണ് ഇഷ്ടം കുറച്ചുകൂടെ. ഓക്കെ ഗൈസ്, ഇത് കുഴപ്പമില്ല ഗൈസ്. ഓ ഗൈസ്, നമുക്ക് ഒന്നുകൂടെ മാറ്റാം. ഓക്കെ ഗൈസ്, ബ്ലാക്ക് എന്നാ ഇരിക്കട്ടെ. അല്ല ഗൈസ്, ബ്ലാക്ക് ആയിരുന്നു നമുക്ക് നേരത്തെ വെച്ചത്. ഗൈസ്, ഇതിൻ്റെ പൈസ വളരെ കുറവാണ്, $20,000 ഉള്ളു ഗൈസ്. ഓ ഗൈസ്, ഇനി നമുക്ക് അധികം ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അങ്ങോട്ട് പോകണം. നമുക്ക് മാപ്പ് ഇടാം ഗൈസ്. അതേപോലെ നിങ്ങൾക്ക് ഈ GTA San Andreasൽ പ്ലെയിൻ ഓടിക്കാനുള്ള ഒരു ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. പ്ലെയിനും ഡേർട്ട് ബൈക്കൊക്കെ നമുക്ക് കിട്ടും ഈ ഭാഗത്തായിട്ട് ഗൈസ്. ഇവിടെ ആയിട്ട് നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് നേരെ പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബൈക്ക് അവിടെ കളയേണ്ടി വരും ഗൈസ്. അത് സീനില്ല ഗൈസ്, നമുക്ക് വേറെ ബൈക്കൊക്കെ എടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഹോഴ്സ് ബെറ്റിംഗ് ചെയ്യാൻ പറ്റും ഗൈസ് ഈ ഗെയിമിൽ. ഗൈസ്, നമ്മളങ്ങനെ ഹോഴ്സ് ബെറ്റിംഗ് ചെയ്താൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ ട്രിപ്പിളോ ഡബിളോ ആയിട്ട് കിട്ടും ഗൈസ്. അപ്പോൾ അങ്ങനെ ഇതിൽ ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരു ഫീച്ചറുണ്ട്. എന്താ, ഇപ്പം നമുക്ക് ചീറ്റ് കോഡ് അടിക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിലും നമുക്ക് ഹോഴ്സ് ബെറ്റിംഗ് ചെയ്യാവുന്നതാണ്. ബേസിക്കലി ഞാൻ ഇപ്പോൾ കളിക്കുന്ന എൻ്റെ ടാബ്ലറ്റിലാണ്. അപ്പോൾ എനിക്ക് ചീറ്റ് കോഡൊന്നും അടിക്കാൻ പറ്റില്ല, കാരണം ആൻഡ്രോയിഡ് വേർഷനാണ്. സോ അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി മണി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ഹോഴ്സ് ബെറ്റിംഗ് ആണ് ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, അല്ല കേട്ടോ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചിന്തിക്കാം ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, യെസ്. ഓ ഗൈസ്, ഫ്രണ്ട്സ്, ഇപ്പം നമുക്ക് സ്റ്റാർ ആവുന്നതിന് മുന്നേ നമുക്കെല്ലാം സെറ്റാക്കാം. സ്റ്റാർ ആയി ഗൈസ്. നമുക്ക് അതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ലൊക്കേഷനിലേക്ക് പോകാം ഗൈസ്. പോലീസൊക്കെ വന്നു ഗൈസ്. പോലീസ് വന്നു നമ്മളെ അപ്പോൾ എന്താ ബസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് പോകാം ഗൈസ്. ആ സ്ഥലം വരുന്ന കുറച്ച് ദൂരമുണ്ട് ഗൈസ്, അത് സീനില്ല, നമുക്ക് പിടിക്കാം ഗൈസ്. പോലീസ് നമ്മുടെ പുറകെ ഉണ്ട് ഗൈസ്. ഒന്നാമത് ഒരു മറ്റേ വലിയ ടൈപ്പ് കാറാണ്, അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കൺട്രോൾ കിട്ടുമെന്ന് അറിയില്ല ഗൈസ്. നോക്കി നോക്കാം ഗൈസ്. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഡേർട്ട് ബൈക്കോ എല്ലാം കിട്ടുമോ നോക്കാം ഗൈസ്. ഇവിടെ കിട്ടുമെന്നാണ് ഗൈസ് ഞാൻ അറിഞ്ഞത് ഗൈസ്. ഡാർക്ക് അല്ല ഗൈസ്, കുഴപ്പമില്ല. ചുറ്റിനും നമ്മുടെ ചുറ്റിനും പോലീസാണ് ഗൈസ്. നമുക്കതുകൊണ്ട് എന്തായാലും റഷ് പിടിച്ച് പോകാൻ പെട്ടെന്ന്. ഒത്തിരി റഷ് പിടിച്ചാൽ നമ്മുടെ കാറ് കത്തിപ്പോകും ഗൈസ്. അതുകൊണ്ട് കുറച്ച് നമുക്ക് പതുക്കെ പോകാം. എൻ്റെ പൊന്നു സാറുമാരെ, ഇവിടെ ഉള്ള നിങ്ങൾക്ക് പണി ഗൈസ്. ഓ, ഈ പോലീസുമാർ എന്താണ് ഗൈസ് കാണിക്കുന്നത് കടന്ന്? ഓടാ പോലീസ്. ഓക്കെ ഗൈസ്. ഗൈസ്, അവിടെ ഒരാൾ ഡേർട്ട് ബൈക്ക് കൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് ഡേർട്ട് ബൈക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. കിട്ടിയില്ല, നമ്മൾ എടുത്തിരിക്കുന്ന ഗൈസ്, അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡ്. ഒറ്റ മൈൻഡ് ഗൈസ്. എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല ഗൈസ്, അത് നമുക്ക് കിട്ടത്തില്ല ഗൈസ്. ഓ ഗൈസ്, ഗൈസ് സീനില്ല. നമുക്ക് പെട്ടെന്ന് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ് ഈ വൃത്തികെട്ട പോലീസുകളെല്ലാം കൊണ്ട്. ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക ഗൈസ്. ഓ ഗൈസ്, അങ്ങനെ നമ്മളിതാ കിടുക്കാച്ച് ഓഫ് റോഡൊക്കെ ചെയ്തു പോകുന്നു. ഓ ഗൈസ്, ഇനി നമുക്ക് ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ പോകണം ഗൈസ്. അവിടെയും പോലീസ് വരും ഗൈസ്.
ഗൈസ് നമുക്കിപ്പോൾ ടോട്ടലി ഒരു 4 സ്റ്റാർ ആയിട്ടുണ്ട് ഗൈസ്, 6 സ്റ്റാറിൽ. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരുടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ആകെപ്പാടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പറ്റുന്നത്ര സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരണം. ജസ്റ്റ് വേറെ പണിയൊന്നുമില്ലല്ലോ ഗൈസ്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പോരെ. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ നമ്മുടെ ഈ ടണൽ ഓൾമോസ്റ്റ് തീരാറായി ഗൈസ്. നമുക്ക് എന്ത് കാണാൻ പറ്റും ഇപ്പോൾ? അങ്ങനെ ഈ ടണൽ തീർന്നു ഗൈസ്. ഇനി നമുക്ക് ആ ലൊക്കേഷനിലാണ് പോകേണ്ടത്. ഗൈസ് എങ്ങാനും നമ്മൾ ചത്തുപോയാൽ തീർന്നു ഗൈസ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, പിന്നെ നമ്മൾ ആദ്യം തൊട്ട് വരണം. ഗൈസ് നമ്മൾ ഏതൊക്കെയോ വഴി കൂടെ പോവുകയാണ് ഗൈസ്. ഗൈസ് ഫുള്ള് പോലീസിൻ്റെ ട്രക്കൊക്കെ വന്നു ഗൈസ്. ഓ ഫ്രണ്ട്സ്, എത്ര വട്ടം നമുക്ക് രക്ഷപ്പെടാം ഗൈസ്. ഫ്രണ്ട്സ് ഇതാണ്. ഓ നമ്മൾ പോലീസിനൊക്കെ ഇടിച്ചിട്ടിട്ടാണ് പോകുന്നത് ഗൈസ്. ഓ നമ്മൾ എത്താറായെന്നല്ല ഗൈസ്, നമ്മൾ അതിൻ്റെ റോഡിലോട്ട് കയറുന്നു. ഓ ഗൈസ് ഇവിടെ കയറാൻ പറ്റില്ല, നമുക്കെന്നാൽ നേരെ അങ്ങ് പോവാം. ഓ ഗൈസ്, ഓ വണ്ടി മറിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഗൈസ് ഓ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഓ ഗൈസ് ഒരു ഹെലികോപ്റ്ററിലൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് പറ്റുന്ന അത്രയും വേഗത്തിൽ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് തൽക്കാലം നമ്മുടെ കാർ ഇവിടെ നിർത്താൻ പറ്റും, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ഓ ഗൈസ് ഇവിടെ കുറേ കാറുണ്ട്, നമുക്ക് ഇതിലൊരു കാർ എടുക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ കാറെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പിക്കപ്പ് പോലത്തെ സാധനമാണ് ഗൈസ് എടുത്തത്. നമുക്കപ്പോൾ നേരെ എന്തായാലും പോവാം ഗൈസ്. എങ്ങനെയും നമുക്ക് പെട്ടെന്നൊന്നും എത്തിയാൽ മതിയായിരുന്നു, പോലീസൊന്നും കില്ല് ചെയ്യാതെ. എത്താൻ പറ്റുമെന്ന് തോന്നുന്നു, നമ്മൾ എത്താൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നാൽ മതി ഗൈസ്, എത്താൻ പറ്റും. അയ്യോ ഗൈസ്, നമുക്കതിന് പെട്ടെന്ന് ഒരു വണ്ടി കയറാം. ഓ ഗൈസ് ഗൈസ് ഇടിച്ചിട്ട് ഗൈസ് ചത്ത് കേട്ടോ ഗൈസ്, ഉറപ്പിച്ചോ നമ്മൾ ചത്ത് ഗൈസ്, നമ്മൾ ചത്ത് ഗൈസ്, നമ്മൾ ചത്ത് ഗൈസ്. കാരണം നിങ്ങളെൻ്റെ ഹെൽത്ത് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമത് ഞാൻ എന്താ അങ്ങനെ പറയുന്നതെന്ന് ഗൈസ്. കാരണം ഇനി ഒരു തുള്ളി ഹെൽത്തേ ഉള്ളൂ ഗൈസ് നമുക്ക് ബാക്കി. ആ ഹെൽത്ത് വെച്ച് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന കാര്യമല്ല ഗൈസ്. അപ്പോൾ നമുക്ക് എൻ്റെ ഹെൽത്ത് കൂടാനും നമുക്ക് ആ പ്ലെയിൻ എടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഗൈസ് എൻ്റെ വീഡിയോ, എന്നാലും എനിക്ക് ശക്തി വരൂ ഗൈസ്. ഗൈസ് ഇതിപ്പോൾ പോലീസാണല്ലോ ഗൈസ് നമ്മളെ തെള്ളി ഇതിനെ വണ്ടയ്ക്ക് കയറ്റുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ വെളി ഇറങ്ങാം ഗൈസ്. ഓടിക്കോ ഗൈസ്, പെട്ടെന്ന് ഓടിക്കയറാം ഗൈസ്. നമ്മുടെ എനർജി കുറച്ചുകൂടെ ഉള്ളു, സ്റ്റാമിന അല്ലേ ലൈഫ് ഗൈസ്. പ്ലെയിൻ ഗൈസ്, പോലീസ് വരുന്നതിന് തന്നെ പ്ലെയിനിൽ കയറാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് പ്ലെയിൻ എടുക്കാം ഗൈസ്. പണിയായി ഗൈസ്, പണിയായി. ഓ ഗൈസ് വാസ്റ്റഡ്. സാരമില്ല ഗൈസ്, എന്നാലും നമ്മൾ പ്ലെയിനിലൊക്കെ കയറിയില്ലേ.
അപ്പോൾ അതിന് നിങ്ങൾ എനിക്കൊരു കൈയടി തരിക. ഓക്കെ ഗൈസ്, പിന്നെ അടുത്ത ഏത് ഗെയിമിൻ്റെ വീഡിയോ വേണം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാം കേട്ടോ. ഗൈസ് ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ ഗൈസ്? അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയും മതി ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക ഗൈസ്. താങ്ക് യു ഗൈസ്.